ഹായ് ഫ്രണ്ട്സ്, ഇംഗ്ലീഷിൻ്റെ റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 21ാമത്തെ ചാപ്റ്റർ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 23ാമത്തെ ചാപ്റ്ററാണ്. 23ാമത്തെ ചാപ്റ്ററിൽ ഒരു പ്രത്യേക കാര്യമാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. രോഗവ്യാപനത്തെക്കുറിച്ച് നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നതിനെ പറ്റിയിട്ട് നമുക്ക് ഈ ഒരു പാഠത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം എത്രത്തോളം ഭീകരനാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു പാഠഭാഗത്തിലൂടെ. സെക്ഷൻ 1 നോക്കൂ. Read the following case history of a man called രാജാമണി. രാജാമണി എന്ന വ്യക്തിയുടെ താഴെ പറയുന്ന ഒരു കേസ് ഹിസ്റ്ററി നോക്കൂ എന്നാണ് പറയുന്നത്. രാജാമണി ഈസ് എ യങ് ബോയ് ഓഫ് 12 ഇയേഴ്സ്. 12 വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ്, ഒരു യങ് ബോയ് ആണ് രാജാമണി. ഹി കംസ് ഫ്രം എ വില്ലേജ് ഇൻ തമിഴ്നാട്. അവൻ ഒരു തമിഴ്നാട് ഗ്രാമത്തിൽ നിന്നാണ് അവൻ വരുന്നത്. ഹിസ് ഫാദർ ഈസ് ഡെഡ്. അവൻ്റെ അച്ഛൻ മരിച്ചിട്ടുണ്ട്. രാജാമണി discontinued his education after class 6 to help his mother in running a tea shop. 6ാം ക്ലാസ്സിന് ശേഷം അമ്മയെ ചായക്കട നടത്താൻ സഹായിക്കുന്നതിനായി രാജാമണി പഠനം നിർത്തി. He has 2 elder brothers and 2 elder sisters. അവന് 2 മൂത്ത സഹോദരന്മാരുണ്ട്, അതുപോലെ തന്നെ എൽഡർ സഹോദരിമാരുണ്ട്, മൂത്ത സഹോദരിമാരുണ്ട്. About 6 months ago, he developed an eye infection for which he sought medical attention. 6 മാസം മുമ്പ് അവൻ്റെ കണ്ണിൽ ഒരു അണുബാധ ഉണ്ടായി, ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി. അതിനെ തുടർന്ന് അവനൊരു മെഡിക്കൽ അറ്റൻഷൻ, ഒരു വൈദ്യസഹായം തേടുകയാണ്. He was given several intramuscular injections. During the course of the treatment, he developed an abscess at the injection site. നിരവധി തവണ അവന് ഇൻട്രാമസ്കുലർ ഇൻജെക്ഷൻസ്, കുത്തിവയ്പ്പുകൾ അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ദ ട്രീറ്റ്മെന്റ്, ഈ ചികിത്സയ്ക്കിടെ ആ ഒരു കുത്തിവയ്പ്പ് നടത്തിയ സ്ഥലത്ത് അവനെന്ത് ചെയ്യാണ്, ഒരു അബ്സസ്, ഒരു കുരു രൂപപ്പെടുകയാണ്. എ കപ്പിൾ ഓഫ് മന്ത്സ് ലേറ്റർ, ഏതാനും മാസങ്ങൾക്ക് ശേഷം, he got a pimple on his nose which remained for several weeks and then developed into septicemia which spread to the rest of his face. അങ്ങനെ അവന് ആ ഒരു കണ്ണിൽ അണുബാധയെ തുടർന്നാണ് അവന് ആ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. പിന്നീട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ മൂക്കിൽ ഒരു കുരു പ്രത്യക്ഷപ്പെടാണ്, ഒരു പിമ്പിള് പ്രത്യക്ഷപ്പെട്ടു. അത് ആഴ്ചകളോളം അവൻ്റെ മുഖത്ത് നിന്നിട്ടുണ്ടായിരുന്നു. Then developed into septicemia which spread to the rest of his face. പിന്നെ അത് അവൻ്റെ മുഖത്തെ ബാക്കി ഭാഗങ്ങളിലേക്ക് അത് വ്യാപിച്ചു തുടങ്ങുകയാണ്. അതിനിടയിൽ അവൻ്റെ കാലുകളിലൊക്കെ began to get skin lesions on his legs. കാലുകളിലൊക്കെ മുറിവുകൾ വരാൻ തുടങ്ങി. കൂടാതെ അവന് TB എന്നുള്ള ഒരു രോഗം കൂടി അവനെ പിടിപെട്ടു. When he came for treatment to Chennai with his family, he was referred to the skin department of the Government General Hospital. അങ്ങനെ കുടുംബത്തോടൊപ്പം ചെന്നൈയിൽ അവന് ചികിത്സയ്ക്കായിട്ട് പോവുകയാണ്. അവിടെ ചെല്ലുന്ന സമയത്ത് അവനെ ഗവൺമെൻറ് ജനറൽ ആശുപത്രിയിലേക്ക്, അവിടുത്തെ സ്കിൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റെഫർ ചെയ്യുകയാണ്. His blood was tested for HIV at the AIDS cell of the Madras Medical College and found to be positive. മദ്രാസ് മെഡിക്കൽ കോളേജിലെ എയ്ഡ്സ് സെല്ലിൽ അവൻ്റെ രക്തം HIV ആയിട്ട് പരിശോധിച്ച സമയത്ത് അത് പോസിറ്റീവ് ആണ് എന്നുള്ളത് കണ്ടെത്തുകയാണ്. This pointed to contaminated needles or syringes as the likely source of HIV infection for രാജാമണി. മലിനമായിട്ടുള്ള ഈ സിറിഞ്ചുകൾ ഉപയോഗിച്ചുകൊണ്ട് രാജാമണിയെ എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ ഈ കണ്ടാമിനേറ്റഡ് നീൽസ് ഓർ സിറിഞ്ചസ് അത് ഉപയോഗിച്ചുകൊണ്ട് രാജാമണിയെ ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്തത് കൊണ്ടാണ് അവന് HIV അണുബാധ ഉണ്ടായത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് സൂചന നൽകുന്നത്. He has not progressed to AIDS yet
but is being treated for the last 2 months for the septicemia, skin lesion, and TB. He appears to be responding well to the treatment and will be discharged shortly. അവൻ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, ആ ഒരു എയ്ഡ്സിൽ നിന്ന് പുരോഗമനം പ്രാപിച്ചിട്ടില്ല. പക്ഷേ കഴിഞ്ഞ 2 മാസമായിട്ട് അവൻ എന്താണ്, ചികിത്സയിൽ തന്നെയാണ്. അതാണ് പറയുന്നത്. ബട്ട് ഈസ് ബീയിങ് ട്രീറ്റഡ് ഫോർ ദ ലാസ്റ്റ് 2 months ഫോർ ദ സെപ്റ്റിസീമിയ, സ്കിൻ ലേഷൻ ആൻഡ് TB. ഈ അസുഖങ്ങളൊക്കെ അവൻ എന്ത് ചെയ്തു, കുറച്ച് കുറയുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ അവന് മുക്തി നേടി തുടങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് പ്രതികരിച്ചു തുടങ്ങുകയാണ്. He appears to be responding well to the treatment and will be discharged shortly. നന്നായി പ്രതികരിക്കുന്നത് കൊണ്ട് അവൻ എന്താണ്, താമസിയാതെ ഡിസ്ചാർജ് ചെയ്യപ്പെടും. This is a very sad case in point of infection through unsterilized needles and syringes which could have been easily avoided. അണുവിമുക്തമാക്കാത്ത ഈ സൂചികളിലൂടെയും സിറിഞ്ചുകളിലൂടെയൊക്കെ ഒരു അണുബാധ ഉണ്ടാകുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നമുക്ക് എന്താണ്, ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു അത്. പക്ഷേ അതെന്താണ്, നമുക്ക് വന്ന് പിടിപെടുകയാണ് അങ്ങനെ ഒരു അസുഖം ആ ഒരു വഴിയിൽ. Then section 2 നോക്കൂ. Finding alternative solution has been a problem plaguing the medical community since HIV or AIDS was discovered. Let's read and learn about some such solutions. അപ്പോൾ HIV അല്ലെങ്കിൽ എയ്ഡ്സ് കണ്ടെത്തിയത് മുതൽ നമ്മുടെ വൈദ്യശാസ്ത്ര സമൂഹത്തെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് അതിന് പരിഹാരം കാണുക എന്നുള്ളത്. അത്തരം ചില പരിഹാരങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം എന്നാണ് പറയുന്നത്. A theatre troupe in Seshego Township near Petersburg, South Africa, uses theatre to educate the public about HIV or AIDS. Fakama, which means rice chanter, travels throughout the township, bringing its message to the local population and encouraging participation. This is one of the many ways AIDS education has diversified to reach a wider audience and help stop the epidemic spread of the disease. ദക്ഷിണാഫ്രിക്കയിലെ പീറ്റേഴ്സ്ബർഗിനടുത്തുള്ള സെഷേഗോ ടൗൺഷിപ്പിലെ ഒരു നാടക സംഘം HIV അല്ലെങ്കിൽ എയ്ഡ്സിനെ കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായിട്ട് ഒരു നാടകം നിർമ്മിക്കുകയാണ്. അപ്പോൾ അതിന്നാണ് റൈസ് സ്റ്റാൻഡപ്പ് എന്നുള്ളതാണ് എന്നർത്ഥമുള്ള ഫക്കാമ. travels throughout the township, bringing its message to the local population and encouraging participation. നമ്മുടെ ലോക്കൽ ജനങ്ങളിലേക്ക് എന്ത് ചെയ്യാണ്, ആ സന്ദേശം എത്തിക്കുകയും അവരുടെ ഒരു പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ വേണം. This is one of the many ways AIDS education has diversified to reach a wider audience and help stop the epidemic spread of the disease. അങ്ങനെ എന്ത് ചെയ്യാണ്, ഇത് കൂടുതൽ ആളുകളിലേക്ക് സന്ദേശം എത്തുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യാണ്, നമുക്ക് ഈ രോഗത്തിന്റെ പകർച്ചവ്യാധി പടരുന്നത് തടയാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസമാണ്. സോ ഈ എയ്ഡ്സിനെ പറ്റിയിട്ടുള്ള എഡ്യൂക്കേഷൻ നമ്മൾ എന്ത് ചെയ്യാണ്, നിരവധി മാർഗങ്ങളിലൂടെ എന്ത് ചെയ്യണം, ജനങ്ങളിലേക്ക് എത്തിക്കണം. Other methods of prevention have been sought because creating a vaccine or even providing treatment for a disease that is constantly mutating and becoming resistant to drugs may take many more years. അതുമാത്രമല്ല, ഇങ്ങനെ നിരന്തരം ഓരോരോ പ്രവർത്തനങ്ങൾ ചെയ്യപ്പെടുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യാണ്, ആളുകൾ നമ്മുടെ അസുഖത്തോട് പ്രതിരോധശേഷിയുള്ളവരായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ ഒരു രോഗത്തിന് വാക്സിൻ കൊടുത്തിട്ട് അതിൽ നിന്ന് ചികിത്സ നൽകുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടി എന്ത് ചെയ്യണം, നമ്മൾ നടത്തണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇത്തരത്തിലുള്ള അസുഖങ്ങളുടെ എണ്ണം കുറയുകയുള്ളൂ. പക്ഷേ നമുക്ക് എന്ത് ചെയ്യും, പ്രതിരോധ മാർഗങ്ങളൊക്കെ ഒരുപാട് അസുഖങ്ങൾ ചിലപ്പോൾ ദിനം പ്രതി കൂടിയേക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള അവയർനെസ് പ്രോഗ്രാമുകളൊക്കെ നമുക്ക് കിട്ടുമ്പോൾ അതെന്ത് ചെയ്യാണ്, പ്രതിരോധത്തിനുള്ള മാർഗങ്ങൾ കൂടിയിട്ടാണ് നമുക്ക് സൃഷ്ടിച്ചു തരുന്നത്. The United Nations Educational, Scientific and Cultural Organization has chosen to take a different approach in the fight against AIDS by using education, not medicine, to stop its spread. എയ്ഡ്സിനെതിരെയുള്ള പോരാട്ടത്തിൽ
അതിൻ്റെ വ്യാപനം തടയാൻ വേണ്ടിയിട്ട് ഈ വൈദ്യശാസ്ത്രത്തെക്കാൾ നമ്മൾ എന്ത് ചെയ്യണം, എഡ്യൂക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്തമായ സമീപനം സ്വീകരിക്കാൻ നമ്മുടെ ഐക്യരാഷ്ട്ര വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടന തീരുമാനിച്ചു. UNESCO strategy for HIV or AIDS preventive education states that the impact of the disease on society could be reduced by tackling complacency, advancing commitment and improving care. എന്താണ് പറയുന്നത്? നമ്മൾ എന്ത് ചെയ്യാണ്, ഒരുപാട് പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരുമ്പോൾ നമുക്ക് നേരിടേണ്ടി വരും. അപ്പം നമ്മളത് പോരാടുന്നതിലൂടെയും ആ ഒരു പ്രതിബദ്ധത വർദ്ധിപ്പിക്കുന്നതിലൂടെയും നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഒന്നുകൂടി മെച്ചപ്പെടുകയാണ് ചെയ്യുന്നത്. സമൂഹത്തിൽ എന്ത് ചെയ്യാണ്, ഈ രോഗത്തിന്റെ ആഘാതം കുറയ്ക്കാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കണം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ. എല്ലാ തലങ്ങളിലുമുള്ള പ്രവർത്തനങ്ങളിൽ, അതായത് എല്ലാ മേഖലകളിലേക്കും ഈ പ്രവർത്തനങ്ങൾ നമ്മൾ എത്തിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യുള്ളൂ, ഇതിനും മാറ്റങ്ങൾ വരുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം, ഗ്രൂപ്പുകളിലൂടെയൊക്കെ പലതരം ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും നമുക്ക് ഓരോരുത്തർക്കും. അതുവഴി നമ്മൾ മെസ്സേജുകൾ എന്ത് ചെയ്യണം, ഇഷ്ടാനുസൃതം സെൻഡ് ചെയ്യാനുള്ള നമുക്കൊരു കഴിയണം. അതുപോലെ രോഗബാധിതരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും. ചേഞ്ച് റിസ്ക് ബിഹേവിയർ ആൻഡ് വൾനറബിലിറ്റി, കെയറിങ് ഫോർ ദ ഇൻഫെക്റ്റഡ് ആൻഡ് ദ അഫക്റ്റഡ്. ഈ രോഗബാധിതരെ പരിചരിക്കുക. അതുപോലെ നമ്മളുടെ സമൂഹത്തിൽ എയ്ഡ്സിൻ്റെയൊക്കെ ഒരു സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കും. ആ സ്ഥാപനങ്ങളിലൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കും. അപ്പം അതിലൊക്കെ നമ്മൾ പങ്കാളികളാകണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഇത്തരത്തിലുള്ള രോഗങ്ങൾ അതിൻ്റെ പകർച്ച ഏതു വഴിയാണ്, എന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ മറ്റുള്ളവരെ അറിയുകയും അതുവഴി അതൊന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുകയുള്ളൂ. ദെൻ നെക്സ്റ്റ് എന്താണ് പറയുന്നത് നോക്കൂ. The critical factor for a renewed and effective strategy for preventive education is massive, unfailing and unrelenting advocacy at all levels and support of political authorities at the highest national level, according to UNESCO. ലോകമെമ്പാടുമുള്ള എന്താണ്, the critical factor for a renewed and effective strategy for preventive education is massive എന്നാ പറയുന്നത്. നമ്മൾ എന്താണ്, ഈ അപകട സാധ്യതയുള്ളവരിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, ഈ ലോകത്തിലുള്ള ആളുകളെ അവരിൽ നിന്ന് അവരുടെ പ്രശ്നങ്ങളൊക്കെ മറ്റുള്ളവർ മനസ്സിലാക്കുമ്പോൾ ഉചിതമായ രീതിയിൽ എന്ത് ചെയ്യണം, അത് മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തിക്കണം. അപ്പോൾ നമ്മുടെ പ്രതിരോധ സംവിധാനം ഒന്നുകൂടി എന്ത് ചെയ്യും, മെച്ചപ്പെടുകയാണ് ചെയ്യുന്നത്. അവരുടെ ജീവിത രീതിയുമായിട്ട് നമ്മളത് ബന്ധപ്പെടുത്തിക്കൊണ്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ അവരൊന്നുകൂടി എന്ത് ചെയ്യും, അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അത് നമ്മുടെ യുനെസ്കോ പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് എന്ത് പറയുന്നു, ടു അച്ചീവ് ദിസ് ഓഡിയൻസ് വേൾഡ് വൈഡ് സ്റ്റാർട്ടിംഗ് വിത്ത് ദോസ് മോസ്റ്റ് അറ്റ് റിസ്ക് മസ്റ്റ് ബി റീച്ച്ഡ് ഇൻ കൾച്ചറലി അപ്രോപ്രിയേറ്റ് വേസ് ആൻഡ് പ്രിവെന്റീവ് എഡ്യൂക്കേഷൻ മസ്റ്റ് ബി ഇന്റർകണക്റ്റഡ് വിത്ത് ദ ലോക്കൽ വേ ഓഫ് ലൈഫ്. ലോകമെമ്പാടുമുള്ള ഇത്തരത്തിലുള്ള ബാധിതരായിട്ടുള്ള ആളുകൾ അവരുടെ പ്രധാന കാരണം, അസുഖം വരാനുള്ള പ്രധാന കാരണം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും അതിൻ്റെ പ്രതിരോധത്തെക്കുറിച്ച് നമ്മളത് മനസ്സിലാക്കി ഒരു പ്രായമോ ലിംഗോ വിദ്യാഭ്യാസമോ ഒന്നും തന്നെ നമ്മളത് പരിഗണിക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കുക കൂടി നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു രോഗത്തെക്കുറിച്ച് കൂടുതൽ ഒന്നുകൂടി എന്ത് ചെയ്യുള്ളൂ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. അപ്പം നമ്മളത് എല്ലാവരിലേക്കും നമ്മൾ എന്ത് ചെയ്യണം, എത്തിച്ചു കൊടുക്കണം. The message must be tailored for different groups in order to enable them to understand and pass on the message. UNESCO believes that they disseminating information to help people understand what AIDS does to the body. It can reduce misconceptions and lessen vulnerability to the disease. However, it is important not to have negative campaigns as this often lead to stigmatization and discrimination. വ്യത്യസ്ത ഗ്രൂപ്പുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ കൈമാറുകയാണ്. ആ കൈമാറുന്ന വഴി ഈ സന്ദേശം എന്ത് ചെയ്യാണ്, പലരിലേക്കും എത്തുകയാണ്.
സോ നമ്മുടെ എയ്ഡ്സ് എന്ന് പറയുന്ന ഈ ഒരു അസുഖം ശരീരത്തിനെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആളുകളെ എങ്ങനെ അത് ബാധിക്കുന്നു എന്നൊക്കെ അറിയാൻ അത് സഹായിക്കുകയാണ് അത്തരത്തിലുള്ള മെസ്സേജുകൾ. പക്ഷേ ഇത്തരത്തിലുള്ള മെസ്സേജുകൾ നമ്മൾ പ്രചരിപ്പിക്കുന്ന സമയത്ത് തെറ്റിദ്ധാരണകൾ വരാനും സാധ്യതകളുണ്ട്. സോ ആ സാധ്യത നമ്മൾ കുറയ്ക്കുകയും വേണം. അതാണ് കുറയ്ക്കണം എന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യുനെസ്കോ പറയുന്നത്. എന്നിരുന്നാലും നെഗറ്റീവ് പ്രചാരണങ്ങൾ ഉണ്ടാകാതെ നമ്മൾ ശ്രദ്ധിക്കുകയും അത് നല്ല രീതിയിൽ ഒരു കളങ്കത്തിനും വഴിവരുത്താതെ, അല്ലെങ്കിൽ ഒരു വിവേചനത്തിനും ഡിസ്ക്രിമിനേഷനും വഴിവരുത്താതെ അത് നല്ല രീതിയിൽ ആളുകളിലേക്ക് എത്തുകയാണെങ്കിൽ ആളുകൾ അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കും. AIDS can be prevented if children and young people learn how the virus spreads and do not participate in risky behavior. എയ്ഡ്സ് എന്ന് പറയുന്നത് കുട്ടികളിലും യുവാക്കളിലും ഒക്കെ എങ്ങനെ പടരുന്നു എന്നുള്ളത് മനസ്സിലാക്കുകയും അതിൻ്റെ അപകടകരമായിട്ടുള്ള സിറ്റുവേഷൻസുകൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുകയും ചെയ്യണം. No institution has a greater ability to affect all aspects of a community than schools, as they can reach the age group between 10 to 25, where most new infections occur each year. സ്കൂളുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന്. അവിടെ ഒരുപാട് പല ഏജിലുള്ള ആളുകളുണ്ട്. 10 to 25 വരെയുള്ള ഏജിലുള്ള ആളുകളെ ഈ അസുഖം എന്ത് ചെയ്യാം, ബാധിക്കാം. സോ അവർക്ക് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരാം. സോ അവരെയൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഇത്തരത്തിലുള്ള മെസ്സേജുകളിലൂടെ അവരെ കൺവിൻസ് ചെയ്യിക്കാൻ കഴിയുന്നതാണ്. സോ അവരുടെ ജീവിത രീതിയിൽ അവർക്ക് മാറ്റങ്ങൾ വരുത്താനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിയും. Caring for both the infected and the affected has become more important as AIDS has a greater effect on the population worldwide. ലോകമെമ്പാടുമുള്ള ജനസംഖ്യയിൽ എയ്ഡ്സിന് കൂടുതൽ സ്വാധീനമുള്ളതിനാൽ രോഗബാധിതരെയും പരിചരിക്കുന്നത്, ആ രോഗബാധിതരെ പരിചരിക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. AIDS could undermine all health services, educational institutions and public services, making it increasingly difficult to maintain government and stability because of the loss of human capital. As UNESCO stated, the critical task is to protect core functions of the key social, economic and political institutions from the onslaught of HIV or AIDS by using education to prevent AIDS rather than relying on medicine to treat it. UNESCO has placed the responsibility to governments, the education systems and people themselves. Only through commitment can this strategy be given the opportunity to save lives and lessen the impact of AIDS on society. AIDS നമ്മുടെ എത്രത്തോളം ഭീകരമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ. സോ എല്ലാ ആരോഗ്യ സേവനങ്ങളെയും നമ്മുടെ ഹെൽത്ത് സർവീസുകളെയും അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും അല്ലെങ്കിൽ പബ്ലിക് സർവീസുകളെയും ഇതെല്ലാം എന്ത് ചെയ്യാണ്, ദുർബലപ്പെടുത്തുന്ന രീതിയിൽ ആക്കി മാറ്റാൻ ഈ രോഗത്തിന് കഴിയും. പിന്നെ അത് മാത്രമല്ല, ടു മെയിൻറ്റെയിൻ ഗവൺമെൻറ് ആൻഡ് സ്റ്റെബിലിറ്റി ബിക്കോസ് ഓഫ് ദ ലോസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ. നമ്മുടെ സർക്കാരിനെയും സർക്കാരിൻ്റെ ഒരു മൂലധന നഷ്ടമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മനുഷ്യ മൂലധന നഷ്ടമാണ് സർക്കാരിന് ഉണ്ടാകുന്നത്. പിന്നെയോ മെയിൻറ്റെയിൻ ഗവൺമെൻറ്, അതായത് മേക്കിംഗ് ഇൻക്രീസിംഗ്ലി ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ ഗവൺമെൻറ് ആൻഡ് സ്റ്റെബിലിറ്റി ബിക്കോസ് ഓഫ് ദ ലോസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ. മനുഷ്യരെന്ത് ചെയ്യാണ്, മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. സോ നമ്മുടെ ഗവൺമെന്റിന് ലോസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ആണ് നടക്കുന്നത്. ആസ് യുനെസ്കോ സ്റ്റേറ്റഡ്, ദ ക്രിട്ടിക്കൽ ടാസ്ക് ഈസ് ടു പ്രൊട്ടക്ട് ദ core functions of the key social, economic and political institutions from the onslaught of HIV or AIDS. ഈ HIV അല്ലെങ്കിൽ എയ്ഡ്സിന്റെ ആക്രമണത്തിൽ നിന്ന് നമ്മളുടെ സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ സാമൂഹിക രാഷ്ട്രീയ ഏത് രീതിയിലാണെങ്കിലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ട് എന്ത് ചെയ്യണം, ആ രോഗത്തിൽ നിന്ന്, അതിൻ്റെ ആക്രമണത്തിൽ നിന്ന് നമ്മൾ പുറത്തു കടക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, പ്രവർത്തിക്കണം. അതായിരിക്കണം നമ്മുടെ കടമ എന്ന് പറയുന്നത്. ബൈ യൂസിങ് എഡ്യൂക്കേഷൻ ടു പ്രിവെന്റ് എയ്ഡ്സ് റാദർ ദാൻ റിലയിങ് ഓൺ മെഡിസിൻ ടു ട്രീറ്റ് ഇറ്റ്. എയ്ഡ്സിനെ ചികിത്സിക്കാൻ വൈദ്യശാസ്ത്രത്തെ ആശ്രയിക്കുന്നതിന് പകരം വിദ്യാഭ്യാസം ഉപയോഗിച്ചുകൊണ്ട് അതിനെ തടയണം. യുനെസ്കോ മറ്റൊരു സജഷൻ ആണത് പറയുന്നത്. യുനെസ്കോയുടെ ഉത്തരവാദിത്വം സർക്കാരുകളിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും ജനങ്ങളിലേക്കുമാണ് എന്ത് ചെയ്യുന്നത്,
ഏൽപ്പിക്കുന്നത്. യുനെസ്കോ ഓരോ രീതിയിലും ജനങ്ങളിലേക്ക് എത്രമാത്രം അവയർനെസ്സുകൾ കൊടുക്കാൻ കഴിയുമോ അത്രത്തോളം അവയർനെസ് കൊടുക്കണം എന്നാണ് പറയുന്നത്. വിദ്യാഭ്യാസത്തിലൂടെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ജനങ്ങൾക്ക് കഴിയും. എഡ്യൂക്കേഷൻ ഉള്ള ഒരാൾക്ക് അത് പല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും. അത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ, അവയർനെസ് പ്രോഗ്രാമുകൾ. സോ അത്തരത്തിൽ ജനങ്ങൾ ഓരോരുത്തരും പ്രവർത്തിച്ചുകൊണ്ട് ഈ രോഗത്തെ നമ്മളിൽ നിന്ന് തുടച്ചു മാറ്റണം എന്നാണ് പറയുന്നത്. ഓൺലി ത്രൂ കമ്മിറ്റ്മെന്റ് ക്യാൻ ദിസ് സ്ട്രാറ്റജി ബി ഗിവൺ ദ ഓപ്പർച്യൂണിറ്റി ടു സേവ് ദ ലൈഫ്സ് ആൻഡ് ലെസൺ ദ ഇമ്പാക്ട് ഓഫ് എയ്ഡ്സ് ഓൺ സൊസൈറ്റി. നമ്മുടെ പ്രതിബദ്ധതയിലൂടെ അത്തരത്തിലുള്ള ഒരു കടമ നമ്മൾ എന്ത് ചെയ്യാണ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവൻ രക്ഷിക്കാനും നമ്മുടെ സമൂഹത്തിൽ ഈ എയ്ഡ്സിന്റെ സ്വാധീനം കുറയ്ക്കാനും നമുക്ക് അവസരം ലഭിക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും അതിനു വേണ്ടി മുന്നിട്ടിറങ്ങുക തന്നെ വേണം. അതിൻ്റെ ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ജീവിക്കുക. അപ്പോൾ അത് ഓരോ അസുഖവും, എയ്ഡ്സ് എന്നെല്ലാം ഏതൊരു അസുഖമായാലും അത് വരുത്താതിരിക്കാനുള്ള മുൻകരുതലുകളാണ് നമ്മൾ ആദ്യമായിട്ട് എടുക്കേണ്ടത്. നമ്മളെ കൊണ്ട് കഴിയുന്ന പ്രവർത്തനങ്ങളാണെങ്കിൽ നമ്മളത് തീർച്ചയായും ചെയ്യണം എന്ന് തന്നെയാണ് എനിക്കും നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.